എല്ലാവർക്കും മറ്റൊരു ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഈ ബ്രാക്കറ്റിലുള്ള എ, ഓൺ, ഹു, ഇൻ, ഫ്രം മുതലായ വാക്കുകൾ അനുയോജ്യമായ സ്യൂട്ടബിൾ ആയിട്ടുള്ള ബ്ലാങ്ക്സിൽ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ആക്ടിവിറ്റി. അതിനായി ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏതൊക്കെ കാറ്റഗറിയിൽ പെടുന്ന വാക്കുകളാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇവിടെ എ എന്ന് പറയുന്നത് ആർട്ടിക്കിൾസ് ആണ്. നമ്മൾ ഇംഗ്ലീഷിൽ മൂന്ന് ആർട്ടിക്കിൾ മാത്രമേ ഉള്ളൂ. എ ആൻഡ് ദി. എയും ആനും ദിയും തുടങ്ങിയ 3 ആർട്ടിക്കിളുകൾ നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുന്നത്? ഒരു നൗണിന്റെ മുമ്പിലാണ് നമ്മൾ സാധാരണയായിട്ട് എയും ആനും ദിയും ഉപയോഗിക്കുന്നത്. അതായത് എ എന്ന് പറയുന്ന ആർട്ടിക്കിള് ഒരു കാർ, ഒരു ബസ്, ഒരു പെൺകുട്ടി, ഒരു ആൺകുട്ടി എന്നൊക്കെ പറയാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. എ കാർ, എ ബസ്, എ ട്രെയിൻ, എ ഗേൾ, എ ബോയ്, ഇങ്ങനെയുള്ള ഉപയോഗത്തിലാണ് നമ്മൾ ആർട്ടിക്കിളുകൾ എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. അതുപോലെ ആൻ ഉപയോഗിക്കുന്നതും അതേ സന്ദർഭത്തിൽ തന്നെ, അതായത് വൗവൽ സൗണ്ടിൽ ആരംഭിക്കുന്ന വാക്കുകളുടെ മുൻപിലാണ് നമ്മൾ ആൻ ഉപയോഗിക്കുന്നത്. അപ്പൊ എ ഉപയോഗിക്കുന്നത് വൗവൽസ് അല്ലാത്ത സൗണ്ട് വരുമ്പോൾ. അപ്പൊ ആരുടെയൊക്കെ സൗണ്ട് ആണ് വൗവൽസ്? എ, ഇ, ഐ, ഒ, യു. അടുത്ത വാക്കുകൾ നമ്മൾ നോക്കാം എന്താണെന്ന്. പിന്നെ ദ നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? ദ ഉപയോഗിക്കുന്നത് ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. അതെല്ലാം കൂടെ പഠിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോവുക എന്ന് പറയുന്ന വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോ ഈ സമയത്ത് കുറച്ച് മാത്രമേ ഉള്ളൂ, എങ്കിലും ഒന്ന് ഓടിച്ചു പറയാം. ഒരിക്കലും പറഞ്ഞതിനെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ദ എന്ത് ചെയ്യാറുണ്ട്, ഉപയോഗിക്കാറുണ്ട്. എക്സാമ്പിളിന് ഐ മെറ്റ് എ ഗേൾ അറ്റ് റെയിൽവേ സ്റ്റേഷൻ യെസ്റ്റർഡേ. എന്നിട്ട് വീണ്ടും ഞാൻ അതിനെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ ഞാൻ എങ്ങനെ പറയണം? ദ ഗേൾ വാസ് വെരി നൈസ്. അപ്പൊ ഒരിക്കൽ നമ്മൾ ഞാൻ പെൺകുട്ടിയെ കണ്ടതായിട്ട് പറയുമ്പോൾ എ ഗേൾ എന്ന് പറയുന്നു. പിന്നീട് ആ പെൺകുട്ടിയെ കുറിച്ച് തന്നെ പറയേണ്ടി വരുമ്പോൾ ഞാൻ എന്ത് പറയുന്നു? ദാ കൊടുത്ത് എന്ത് ചെയ്യുന്നു, പറയുന്നു. ഇത് നമ്മൾ ഓർത്തു വെക്കേണ്ട കാര്യമാണ്. പിന്നെ ദാ ഉപയോഗിക്കുന്നത് റിവേഴ്സിന്റെ പേരിന്റെ മുൻപിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ സീസിന്റെ, കടലുകളുടെ പേരിന്റെ മുമ്പിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഉപയോഗിക്കാറുണ്ട്. യൂണിവേഴ്സലിൽ ഒന്ന് മാത്രമുള്ള സൺ ഉണ്ട്, മൂൺ ഉണ്ട്, എർത്ത് ഉണ്ട്. ഇതിനൊക്കെ മുൻപിൽ നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? ദായാണ് ഉപയോഗിക്കുന്നത്. അത് കണക്ക് ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള വാക്കുകളുടെ മുന്നിൽ, ഇപ്പൊ ദ മഹാഭാരത, ദ രാമായണ, ദ ഖുറാൻ, ദ ബൈബിൾ, അങ്ങനെയാണ് ദാ ഉപയോഗിക്കുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. അതൊക്കെ നമുക്കൊരു പ്രത്യേക ക്ലാസ്സിലൂടെ, നമുക്ക് ആർട്ടിക്കിൾസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ക്ലാസ്സിലൂടെ നമുക്ക് എടുക്കാൻ കഴിയും. ഇപ്പോ എന്തായാലും നമുക്ക് ഇങ്ങനെ നിർത്താം. അടുത്തത് ഓൺ, ഇൻ, ഫ്രം. ഇത് മൂന്നും എന്താണ്, ഏത് കാറ്റഗറി പെടുന്നതാണ്? പ്രിപ്പോസിഷൻസ് എന്ന് പറയുന്ന കാറ്റഗറി പെടുന്നതാണ്. എന്താണ് പ്രിപ്പോസിഷൻസ് എന്ന വാക്കിന്റെ ധർമ്മം? ഒരു സെന്റൻസിന്റെ കൂടെ, നമ്മൾ എഴുതി പോകുന്ന ഒരു സെന്റൻസിന്റെ കൂടെ ചെറിയ വാക്കുകളുടെ കണക്ഷൻ കൊടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ സാധാരണയായി പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ, ഒരു സെന്റൻസിന്റെ കൂടെ വേറൊരു സെന്റൻസ് കണക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ സാധാരണയായിട്ട് കൺജങ്ഷൻ ആണ് സാധാരണ ഉപയോഗിക്കുന്നത്. എന്നാൽ ഒരു സെന്റൻസിന്റെ കൂടെ മറ്റൊരു സെന്റൻസ് അല്ലാത്ത വാക്കുകളുടെ കൂട്ടത്തെ കണക്ട് ചെയ്യാനാണ് നമ്മൾ സാധാരണയായിട്ട് എന്ത് ഉപയോഗിക്കുന്നത്? പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നത്. ഒന്നുകൂടെ വ്യക്തമാക്കി വെച്ചേക്കുക. കൺജങ്ഷൻ ഉപയോഗിക്കുന്നത് രണ്ട് സെന്റൻസുകളെ തമ്മിൽ കണക്ട് ചെയ്യാനാണ് നമ്മൾ കൺജങ്ഷൻസുകൾ ഉപയോഗിക്കുന്നത്. എന്നാൽ എന്തുപയോഗിക്കുന്നത്? പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നത് സെന്റൻസ് അല്ലാത്ത വാക്കുകളെയോ വാക്കുകളുടെ കൂട്ടത്തെയോ ഈ ഏതുമായിട്ട് ഫില്ല് ചെയ്യാനാണ്? സെന്റൻസുമായിട്ട് കണക്ട് ചെയ്യാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? പ്രിപ്പോസിഷൻ എന്ത് ചെയ്യുന്നത്? ഉപയോഗിക്കുന്നത്. ഇത്തരം ഇവിടെ ഹൂ എന്ന് പറയുന്ന ഒരു വാക്കോട് കിടപ്പുണ്ട്. ഹൂ എന്ന് പറയുന്ന വാക്ക് നമുക്കറിയാം, സാധാരണയായിട്ടത് നമ്മൾ അത് കൺസിഡർ ചെയ്യുന്നത് ഇന്റർഗേറ്റീവ് പ്രൊനൗൺസ് ആയിട്ടാണ്. അപ്പൊ ഹൂ എന്ന് പറയുന്ന ഇന്റർഗേറ്റീവ് പ്രൊനൗൺസ് ആവുന്നത് പോലെ തന്നെ അത് റിലേറ്റീവ് പ്രൊനൗൺസും ആണ്. ഒപ്പം അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇന്റർഗേറ്റീവ് സെന്റൻസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് കൺജങ്ഷനുമായിട്ടും എന്ത് ചെയ്യാറുണ്ട്? മാറാറുണ്ട്.
ഇത്തരം സന്ദർഭങ്ങളിൽ തരുന്ന ഹു മിക്കവാറും ഒക്കെ റിലേറ്റീവ് പ്രോനൗൺ ആയിരിക്കും. അപ്പൊ ഹു ആയാലും വിച്ച് ആയാലും വേർ ആയാലും വെൻ ആയാലും ഹൗ ആയാലും ഇത്തരം സന്ദർഭങ്ങളിൽ തരുന്നത് എന്തായിരിക്കും? റിലേറ്റീവ് പ്രോനൗൺ ആയിരിക്കും. എന്താണ് റിലേറ്റീവ് പ്രോനൗണിന്റെ ധർമ്മം? റിലേറ്റീവ് പ്രോനൗണിന്റെ ധർമ്മം എന്ന് പറയുന്നത് റിലേഷൻ കാണിക്കാനാണ്. ഒരു മനുഷ്യന്റെ റിലേഷൻ കാണിക്കണമെങ്കിൽ ആ മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു വർക്കർ ആകാം, ഒരു പ്രൊഫസർ ആകാം, ഒരു സാഹിത്യകാരനാവാം, അങ്ങനെ ഏത് തുറയിൽപ്പെട്ടതായാലും ഒരു മനുഷ്യന്റെ റിലേഷൻ കാണിക്കാനായിട്ടാണ് സാധാരണ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഹു പോലുള്ള റിലേറ്റീവ് പ്രൊനൗൺസ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഉപയോഗിക്കുന്നത്. സ്ഥലത്തിന്റെ റിലേഷൻ കാണിക്കാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? വേർ ഉപയോഗിക്കുന്നത്. അതിനൊക്കെ തന്നെ സമയത്തിന്റെ റിലേഷൻ കാണിക്കാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? വെൻ ഉപയോഗിക്കുന്നത്. റീസണിങ്ങിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? വൈ ഉപയോഗിക്കുന്നത്. അങ്ങനെ നമ്മൾ പഠിക്കുന്ന ഒട്ടുമിക്ക ഇന്റർഗേറ്റീവ് പ്രൊനൗൺസും എന്തായിട്ട് ഉപയോഗിക്കാറുണ്ട്? റിലേറ്റീവ് പ്രൊനൗൺസ് ആയിട്ടും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഹു എന്ന് പറയുന്നത് റിലേഷൻ കാണിക്കാനാണ് ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എയില് ഒരു ആർട്ടിക്കിൾ വരുമോ, എയിൽ എ എന്ന് പറയുന്ന ആർട്ടിക്കിൾ വരുമോ എന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നോക്കേണ്ടത്. എയില് ഒരു ആർട്ടിക്കിൾ വരാനുള്ള സാധ്യതയുണ്ടോ? എയില് ഒരു ആർട്ടിക്കിൾ വരാനുള്ള സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ എയിൽ ഒരു ആർട്ടിക്കിൾ വരാനുള്ള സാധ്യതയില്ല. എന്താണ് കാര്യം? ഇവിടെ എ ഡാഷ് കഴിഞ്ഞിട്ട് വരുന്ന വാക്ക് കംസ് എന്ന് പറയുന്ന ഒരു വെർബാണ്. കം എന്ന് പറയുന്ന വെർബാണ് നമുക്ക് അറിയണം, ക്രിയയാണ് നമുക്ക് അറിയണം. ഇനി അതിന്റെ കൂടെ ഡസ് ചേർന്നിരിക്കുന്ന ഫോമാണ് കംസ്. അതായത് ഇതൊരു സെന്റൻസിന്റെ പാറ്റേൺ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് കം പ്ലസ് ഡസ് ഉള്ളത് കൊണ്ട് അപ്പൊ ഇവിടെ ഒരു വെർബും ഉണ്ട്, ഇവിടെ ഒരു ഓക്സിലറി വെർബും ഉണ്ട്. അതുകൊണ്ട് ഇത് കംസ് എന്ന് പറയുന്ന ഈ വാക്കിന്റെ മുമ്പ് ഒരിക്കലും ഒരു ആർട്ടിക്കിൾ എന്ത് ചെയ്യില്ല? ചേരില്ല. എ ബോയ്. അത് കണക്ക് ഒരു നൗണിന്റെ മുൻപിൽ മാത്രമേ നമുക്കൊരു ആർട്ടിക്കിൾ ഉപയോഗിക്കാൻ പറ്റൂ. അപ്പൊ എ എന്ന് പറയുന്ന ഈ ഡാഷില് ഒരു കാരണവശാലും എന്ത് വരൂല? ഒരു ആർട്ടിക്കിള് വരില്ല. അത് നമ്മൾ എങ്ങനെ തീരുമാനിച്ചു? ഈ ഡാഷ് കഴിഞ്ഞതിന് ശേഷം കിടക്കുന്ന വാക്ക് ഏതാണ്? കംസ് ആണ്. കംസ് എന്ന് പറയുന്ന വെർബാണ്. വെർബിന്റെ മുൻപിൽ, വെർബ് എന്ന് പറയുമ്പോൾ വെറും ഒരു വെർബല്ല, ഈ വെർബ് സെന്റൻസിന്റെ ഒരു പാറ്റേൺ ആണ്. കാര്യം ഇതിനകത്ത് കമ്മിന്റെ കൂടെ ആരിപ്പുണ്ട്? ഡസ് എന്ന് പറയുന്ന ഓക്സിലറി വെർബ് ഉള്ളത് കൊണ്ട് തന്നെ കംസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സെന്റൻസിന്റെ പാറ്റേൺ ആണ്. സെന്റൻസിന്റെ പാറ്റേൺ ആയതുകൊണ്ട് തന്നെ ഈ കംസിന്റെ മുൻപിൽ ആര് വരില്ല? ഒരു ആർട്ടിക്കിള് വരില്ല. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു പ്രിപ്പോസിഷനും ചേർക്കാൻ പറ്റില്ല. പ്രിപ്പോസിഷൻ ഒരു കാരണവശാലും ഒരു സെന്റൻസിന്റെ പാറ്റേണിനെ അല്ല കണക്ട് ചെയ്യുന്നത്. അത് എപ്പോഴും സെന്റൻസ് അല്ലാത്ത വാക്കുകളുടെ കൂട്ടത്തെയാണ് എന്ത് ചെയ്യുന്നത്? കണക്ട് ചെയ്യുന്നത്. കംസ് എന്ന് പറയുന്നതില് കം പ്ലസ് ഡസ് ആയതുകൊണ്ട് ഒരു ഓക്സിലറി വെർബിന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഒരിക്കലും ഒരു പ്രിപ്പോസിഷൻ വരില്ല. പ്രിപ്പോസിഷൻ വരണമെങ്കിൽ ഇവിടെ എന്താവരുത്? സെന്റൻസിന്റെ പാറ്റേൺ ആവരുത്. സെന്റൻസിന്റെ പാറ്റേൺ ആണ് തന്നിരിക്കുന്നെങ്കിൽ ഇവിടെ ഒരേ ഒരു സാധ്യത മാത്രമേ ഉള്ളൂ. അതൊരു റിലേറ്റീവ് പ്രൊനൗൺ ആണ്. റിലേറ്റീവ് പ്രൊനൗൺ വരണമെങ്കിൽ ഉറപ്പായും ഒരു സെന്റൻസിന്റെ പാറ്റേൺ വേണം. സെന്റൻസിന്റെ പാറ്റേൺ എന്ന് പറയുന്നത് റിലേറ്റീവ് പ്രൊനൗൺ ഉപയോഗിക്കുമ്പോൾ മിക്കവാറും ഇപ്പൊ ഹൂ പോലുള്ള റിലേറ്റീവ് പ്രൊനൗൺ ഉപയോഗിക്കുമ്പോൾ സബ്ജക്റ്റിന് പകരമായിട്ടാണ് ഈ ഹൂവിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? കൊണ്ടുവരുന്നത്. പിന്നെ അവിടെ വേണ്ടത് ഒരു വെർബിന്റെയും ഒരു ഓക്സിലറി വെർബിന്റെയും പ്രസൻസ് ആണ്. ഇവിടെ ഓക്സിലറി വെർബിന്റെയും പ്രസൻസ് ഉണ്ട്. വേറെ വാക്കുകളുടെ അത് വേണമെങ്കിൽ ഒബ്ജക്റ്റും വേണമെങ്കിൽ കാണിച്ചത് വേണമെങ്കിൽ അതിന്റെ കൂടെ വരാം. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ എന്താണ് വരേണ്ടത്? ഒരു റിലേറ്റീവ് പ്രൊനൗൺ ആണ് ഇവിടെ വരേണ്ടത്. കാര്യം എന്താണ്? ഇവിടെ ഒരു സെന്റൻസിന്റെ പാറ്റേൺ ഉണ്ട്. സെന്റൻസിന്റെ പാറ്റേൺ എന്ന് പറയുമ്പോൾ ഏറ്റവും കുറഞ്ഞത് എന്ത് വരണം? ഒരു സബ്ജക്റ്റും ഒരു ഓക്സിലറി വെർബും ഒരു വെർബും വരണം. ഹൂ വരുമ്പോ ഹൂ തന്നെ എന്തായിട്ട് മാറുന്നുണ്ട്? ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് മാറുന്നുണ്ട്. അപ്പൊ ആ സബ്ജക്റ്റിന് പകരമാണ് ആര് ഉപയോഗിക്കുന്നത്? ഈ റിലേറ്റീവ് പ്രൊനൗൺ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഉപയോഗിക്കുന്നത്. അതായത് ഇവിടെ സ്റ്റോറി ടെല്ലർ എന്ന് പറയുന്ന, മാത്രമല്ല ഇവിടെ നമ്മൾ ഹൂ കൊടുക്കുമ്പോൾ നമ്മൾ ഇതിന്റെ മുൻപിലെ വാക്ക് നോക്കിക്കൊള്ളണം. ഇതിന്റെ മുൻപിലെ വാക്ക് എപ്പോഴും എന്തായിരിക്കണം? ഒരു മനുഷ്യന്റെ ഒരു മനുഷ്യന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വാക്കായിരിക്കണം. അപ്പൊ സ്റ്റോറി ടെല്ലർ എന്ന് പറയുന്നത് കഥ പറയുന്നത് ആണ്. പല കഥ പറയുന്നത് സാധാരണയായിട്ട്
മനുഷ്യരാണ് സാധാരണ എന്ത് ചെയ്യുന്നത്. അങ്ങനെ പേഴ്സൺസിന് പകരമായിട്ടാണ് നമ്മൾ ഏത് റിലേറ്റീവ് പ്രൊനൗൺ ഉപയോഗിക്കുന്നത്, ഹു ഉപയോഗിക്കുന്നത്. ഇവിടെ പിന്നെ കണ്ണുടച്ചോട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹു കൊടുക്കാൻ പറ്റും. കാര്യം ഇവിടെ ഫില്ല് ചെയ്യാൻ തന്നിരിക്കുന്നതിൽ ഹു അല്ലാതെ വേറൊരു റിലേറ്റീവ് പ്രൊനൗണും ഇല്ല. അതുകൊണ്ട് നമുക്ക് ഏഴ് ഉത്തരമായിട്ട് എന്ത് എഴുതാം, ഏഴ് ഉത്തരമായിട്ട് ഹു എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ നമുക്ക് എന്ത് ചെയ്യാം, ഹു എന്ന് പറയുന്ന റിലേറ്റീവ് പ്രൊനൗൺ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് വരും എന്ന് ചിന്തിക്കുന്ന പോലെ പ്രാധാന്യമുണ്ട്, ഏത് വരില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ഇവിടെ ഒരിക്കലും ഒരു ആർട്ടിക്കിൾ വരില്ല, കാരണം വെർബിന് മുൻപിൽ ഒരു ആർട്ടിക്കിൾ വരില്ല. ഇവിടെ ഒരു പ്രിപ്പോസിഷൻ വരില്ല, ഒരു വെർബിന് മുൻപിൽ ഒരിക്കലും എന്ത് വരില്ല, ഒരു പ്രിപ്പോസിഷൻ വരില്ല. പിന്നെ ഒരേ ഒരു ചാൻസ് മാത്രമേ ഉള്ളൂ, ഹു എന്ന് പറയുന്ന റിലേറ്റീവ് പ്രൊനൗൺ. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രിപ്പോസിഷനാണ് കാര്യം എന്ന് പറയുന്നത്. ഇവിടെ ഒരു കൂട്ടം വാക്കുകളാണ്, സെന്റൻസ് അല്ലാത്ത ഒരു കൂട്ടം വാക്കുകളാണ് നമ്മൾ ഇതുമായിട്ട് കണക്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ 3 പ്രിപ്പോസിഷൻ ഉണ്ട്, ഓൺ ഉണ്ട്, ഇൻ ഉണ്ട്, ഫ്രം ഉണ്ട്. അതിൽ ഏതാണ് ചേർക്കേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിന് ഇതിന്റെ 3ന്റെ അർത്ഥം വെച്ചുകൊണ്ട് ഒന്ന് എന്ത് ചെയ്യണം, ഒന്ന് വ്യാഖ്യാനിക്കണം. ഒന്ന് അത് ചേർന്ന് വരണം. ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ ആവുന്ന എടുത്ത് എന്ത് ചെയ്യണം, കൊടുക്കണം. അപ്പോ ഓൺ എന്ന് പറഞ്ഞാൽ അർത്ഥം മേലാണ്, ഇന്നെന്ന് പറഞ്ഞാൽ അർത്ഥം ഇല്ലാണ്, ഫ്രം എന്ന് പറഞ്ഞാൽ നിന്നാണ്. അപ്പൊ നമുക്കറിയാം അടിച്ചി ഈസ് എ സ്റ്റോറി ടെല്ലർ ഹു കംസ് ഫ്രം കൺവെൻഷണൽ മിഡിൽ ക്ലാസ് ഫാമിലി. ഒരു കൺവെൻഷണൽ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരു എഴുത്തുകാരിയാണ് ആര്, അടിച്ചി. തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും, ഫ്രം കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം, ഫ്രം കൊടുക്കാം. എന്തുകൊണ്ട് ഫ്രം കൊടുത്തു, ഓണിന് സാധ്യതയില്ല. ഓൺ എന്ന് പറഞ്ഞാൽ അർത്ഥം മേൽ എന്ന അർത്ഥത്തിലാണ് നമ്മൾ സാധാരണയായിട്ട് എന്ത് ഉപയോഗിക്കുന്നത്, ഓൺ ഉപയോഗിക്കുന്നത്. അപ്പൊ ഓൺ എന്ന് പറയുമ്പോഴത്തേക്ക് കംസ് ഓൺ കൺവെൻഷണൽ മിഡിൽ ക്ലാസ് ഫാമിലി എന്ന് പറഞ്ഞാൽ മിഡിൽ ക്ലാസ് ഫാമിലിയുടെ മേലിൽ നിന്ന് വരുന്ന, അങ്ങനെ ഒരിക്കലും എന്ത് ചെയ്യില്ല, ചേരില്ല. പിന്നെ ഇന്നെന്ന് പറഞ്ഞാൽ ഇൻ കൺവെൻഷണൽ മിഡിൽ ക്ലാസ് ഫാമിലി, കൺവെൻഷണൽ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ എന്നേ വരൂ. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ ചേരുന്ന ആരാണ്, ഫ്രം ആണ്. അതുകൊണ്ട് ഇവിടെ എന്ത് കൊടുക്കണം, നമ്മള് ഫ്രം കൊടുക്കണം. ഇനി അടുത്ത സിയിൽ നമുക്ക് ഏത് വരാം, സിയിൽ നമുക്ക് ഏത് വരാം. അപ്പൊ നമുക്കറിയാം ഇവിടെ ഏതൊക്കെ പോയി കഴിഞ്ഞു, ഫ്രം പോയി കഴിഞ്ഞു, ഹു പോയി കഴിഞ്ഞു. ഇനി ഏതൊക്കെ ഉണ്ട്, എ ഉണ്ട്, ഓൺ ഉണ്ട്, ഇൻ ഉണ്ട്. എ ഉണ്ട്, ഓൺ ഉണ്ട്, ഇന്നുണ്ട്. ഇതിൽ ഏതിനാണ് കൂടുതൽ സാധ്യത, അപ്പൊ നോക്കാം. ഡാഷ് കഴിഞ്ഞിട്ട് ഏത് വാക്കാണ് വന്നിരിക്കുന്നത്, യൂണിവേഴ്സിറ്റി ക്യാമ്പസ് എന്ന് പറയുന്ന വാക്കാണ് വന്നിരിക്കുന്നത്. ഡാഷിന് മുൻപോ ഓൺ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ആണ് വന്നിരിക്കുന്നത്. ഓൺ എന്ന് പറയുന്ന ഒരു പ്രിപ്പോസിഷൻ കിടക്കുന്നത് കൊണ്ട് നമുക്ക് എന്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്, ഒരു ആർട്ടിക്കിൾ കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഒരേ ഒരു ആർട്ടിക്കിൾ മാത്രമേ ഉള്ളൂ, അതേതാണ്, എ ആണ്. അപ്പൊ നമുക്കിവിടെ എന്ത് കൊടുക്കാം, എ കൊടുക്കാം. എ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുന്ന, കൊടുക്കാൻ പറ്റുന്നത്. അപ്പൊ എന്താണ് നമ്മൾ എ എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ കൊടുക്കുന്നത്. അപ്പൊ ഈ ഡാഷിന് മുൻപിൽ കിടക്കുന്ന എന്താണ്, ഒരു പ്രിപ്പോസിഷൻ ആണ്. ഡാഷ് ശേഷം കിടക്കുന്ന യൂണിവേഴ്സിറ്റി ക്യാമ്പസ് എന്ന് പറയുന്ന ഒരു രൂപമുള്ള ഒരു നൗണാണ്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ എന്ത് കൊടുക്കാൻ പറ്റും, ഒരു ആർട്ടിക്കിളിനാണ് കൂടുതൽ സാധ്യത. കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇവിടെ നമുക്കൊരു എപ്പോഴൊരു സംശയം വരാം. ഇവിടെ യുവില് ആരംഭിക്കുന്ന ഒരു നൗണാണ്. യുവിൽ ആരംഭിക്കുമ്പോൾ അവിടെ വരേണ്ടത് ആൻ എന്ന് പറയുന്ന ആർട്ടിക്കിൾ അല്ലേ എന്ന് സംശയം ഉണ്ടാവും. നമ്മൾ എപ്പോഴും മനസ്സിലാക്കി വെക്കേണ്ടത് AEIOU എന്ന AEIOU എന്ന് പറയുന്ന വൗവൽ സൗണ്ടിന്റെ മുൻപിലാണ് നമ്മൾ എപ്പോഴും ആൻ ചേർക്കുന്നത്, അല്ലാതെ ലെറ്ററിന്റെ മുൻപിലല്ല. ആൻ ഓണസ്റ്റ് മാൻ എന്നല്ലേ നമ്മൾ പറയാറുള്ളൂ, അല്ലാതെ ഓണസ്റ്റ് മാൻ എന്ന് പറയാറില്ലല്ലോ. അവിടെ ഈ ഓണസ്റ്റ് മാൻ ആരംഭിക്കുന്നത് എച്ചിലാണെങ്കിലും അവിടെ കൊടുക്കുന്ന ആർട്ടിക്കിൾ ആരാണ്, ആനാണ്. അത് നമുക്ക് ആൻ ഓൾ എന്ന് പറയുമ്പോഴത്തേക്ക് അത് ആരംഭിക്കുന്ന ഇതിലാണ്, എച്ച് എന്ന് പറയുന്ന ഒരു കൺസോണൻസ് സൗണ്ടിലാണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്, ആനാണ്. അപ്പൊ നമ്മളവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ്, AEIOU എന്ന് പറയുന്ന ലെറ്റർ അല്ല, മറിച്ച് അതിന്റെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റൂ, ആൻ കൊടുക്കാൻ പറ്റൂ. ഇവിടെ യു എന്ന് പറയുന്ന ലെറ്റർ ആണെങ്കിലും ഇവിടെ ഏത് സൗണ്ടാണ്, യായുടെ സൗണ്ടാണ്. അതുകൊണ്ടാണ് ഇവിടെ എന്ത് കൊടുക്കുന്നത്, എ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് എന്ന് കൊടുക്കുന്നത്. അപ്പൊ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് ഈസ്റ്റേൺ നൈജീരിയ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. സ്ഥലത്തെ കണ്ടെയ്ൻ സാധാരണ ഉപയോഗിക്കുന്ന ആരാണ്, ഇന്നാണ്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് തന്നെ കൊടുക്കണം, ഇൻ തന്നെ എന്ത് ചെയ്യണം, കൊടുക്കണം. അപ്പോൾ എല്ലാം നിങ്ങൾക്ക് ഒന്നുകൂടെ ഒന്ന്
അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് വേഗത്തിൽ എഴുതണമെങ്കിൽ നമ്മൾ ഒരുപാട് എക്സർസൈസുകൾ എന്ത് ചെയ്യണം, ഇതുപോലുള്ള വർക്കുകൾ നമ്മൾ ചെയ്തു നോക്കിയാൽ മാത്രമേ സ്പീഡ് നമുക്ക് കൈവരികയുള്ളൂ. അപ്പൊ ഒന്ന് പഠിക്കുമ്പോൾ നന്നായിട്ട് പഠിക്കുക. എന്നിട്ട് എങ്ങനെയൊക്കെയാണ് രീതി എന്ന് ഓരോ കാര്യങ്ങൾ ഫില്ല് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ ഉത്തരം കണ്ടെത്തുന്നതിന് ഓരോരോ മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങൾ എന്താണെന്ന് നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. എന്നിട്ട് അത് ഫില്ല് ചെയ്യുക. ഞാൻ ഒന്നുകൂടി ഇതിന്റെ ആൻസർ പറഞ്ഞുതരാം. ആദ്യം നമ്മളിവിടെ ഹൂ കൊടുത്തത് എങ്ങനെയാണ്? ഹൂ എന്ന ഈ കംസ് എന്ന് പറയുന്ന വെർബിന്റെ മുൻപിൽ ആർട്ടിക്കിൾ വരില്ല, പ്രിപ്പോസിഷൻ വരില്ല. പിന്നെ ആകപ്പാടെ ഉള്ളത് എന്ത് മാത്രമാണ്? ഹൂ എന്ന് പറയുന്ന റിലേറ്റീവ് പ്രൊനൗൺ മാത്രമാണ്. അതുകൊണ്ട് ഇവിടെ എന്ത് കൊടുക്കാം? റിലേറ്റീവ് പ്രൊനൗൺ കൊടുക്കാം. ഉറപ്പായിട്ട് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എന്ത് വരാം എന്ന് ചിന്തിക്കുന്ന പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ഇവിടെ എന്ത് വരില്ല എന്ന് ചിന്തിക്കുന്നത്. അപ്പൊ ഇവിടെ കംസ് എന്ന് പറയുന്ന ഒരു വെർബ് ആയതുകൊണ്ട്, ഓക്സിലറി വെർബ് പ്ലസ് വെർബ് ആയതുകൊണ്ട് ഇവിടെ ഒരു ആർട്ടിക്കിളിന് സാധ്യതയില്ല. അത് കണക്ക് തന്നെ ഏതിനും സാധ്യതയില്ല, ഒരു പ്രിപ്പോസിഷനും സാധ്യതയില്ല. അതുകൊണ്ടാണ് ഇവിടെ റിലേറ്റീവ് പ്രൊനൗൺ നമ്മൾ കണ്ണു അടച്ചെടുത്ത് കൊടുക്കാൻ പറ്റും. പിന്നെ ഇവിടെ എ സ്റ്റോറി ടെൽ എന്ന് പറയുന്നതിന്റെ കൂടെ ചേരേണ്ടത് ഏത് തന്നെയാണ്? ഹൂ എന്ന് പറയുന്ന റിലേറ്റീവ് പ്രൊനൗൺ തന്നെയാണ്. ഇവിടെ എന്തുകൊണ്ടാണ് ഫ്രം വന്നത്? ഫ്രം എന്ന് ഈ വാക്കുകളുടെ കൂട്ടം എന്ന് പറയുന്നത് എന്താണ്? അത് ഒരു സെന്റൻസിന്റെ പാറ്റേൺ ഇല്ല. സെന്റൻസിന്റെ പാറ്റേൺ ഉണ്ടോ ഇല്ലെന്ന് നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ 24 ഓക്സിലറി വെർബുകളിൽ ആരുടെയും പ്രസൻസ് ഇതിൽ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതെന്തല്ല, സെന്റൻസിന്റെ പാറ്റേൺ അല്ല. മാത്രം സെന്റൻസിന്റെ പാറ്റേൺ ഉണ്ടോ ഇല്ലെന്ന് നമ്മൾ പരിശോധിക്കണമെങ്കിൽ ഇവിടെ മറ്റൊരു റിലേറ്റീവ് പ്രൊനൗൺ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സെന്റൻസിന്റെ പാറ്റേൺ അന്വേഷിക്കേണ്ട കാര്യവുമില്ല. ഈ വാക്കുകളുടെ കൂട്ടത്തെ കണക്ട് ചെയ്യുന്നതിന് ഒരു പ്രിപ്പോസിഷൻ ആണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ ഏറ്റവും പ്രിപ്പോസിഷൻ ഉപയോഗിക്കുമ്പോൾ ഇവിടെ ഒന്നിൽ കൂടുതൽ പ്രിപ്പോസിഷൻ ഉള്ളതുകൊണ്ട് അനുയോജ്യമായ പ്രിപ്പോസിഷൻ എടുത്തെഴുതണം. അപ്പൊ ഫ്രമിന്റെ അർത്ഥം നിന്ന് എന്നാണ്. ഓണിന്റെ അർത്ഥവും ഇതിന്റെ അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇവിടെ ഫ്രം ആണ് കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത്, ചേരുന്നത്. ഒരു മിഡിൽ ക്ലാസ് കൺവെൻഷണൽ ഫാമിലിയിൽ നിന്നാണ് ആര് വരുന്നത്? അടിച്ച് എന്ന് പറയുന്ന എഴുത്തുകാരി വരുന്നത്. ഇനി അടുത്തത്, ഇവിടെ സീൽ എന്തുകൊണ്ട് എ കൊടുത്തു? സീൽ എന്തുകൊണ്ട് എ കൊടുത്തു എന്ന് ചോദിച്ചാൽ ഇവിടെ വന്നിരിക്കുന്ന ഈ ഡാഷിന് മുൻപിൽ വന്നിരിക്കുന്ന ആരാണ്? ഒരു പ്രിപ്പോസിഷൻ ആണ്. അപ്പൊ അതൊന്നും ഒരു പ്രിപ്പോസിഷൻ വന്നതുകൊണ്ട് തന്നെ അടുത്ത പ്രിപ്പോസിഷനേക്കാൾ കൂടുതൽ സാധ്യത ആർട്ടിക്കിളാണ്. കാര്യം ഇവിടെ ഹൂ പോയി കഴിഞ്ഞു, ഫ്രം പോയി കഴിഞ്ഞു. പിന്നെ ഉള്ളത് ആരൊക്കെയാണ്? ആർട്ടിക്കിളും പ്രിപ്പോസിഷൻസും മാത്രമാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ എന്ത് എടുത്തെഴുതാം? പ്രിപ്പോസിഷൻ എടുത്തെഴുതാം. അപ്പൊ ഇവിടെ സംശയം വരാൻ സാധ്യത എ യൂണിവേഴ്സിറ്റി എന്ന് പറയുമോ ആൻഡ് യൂണിവേഴ്സിറ്റി എന്ന് പറയുമോ? ഇവിടെ എ യൂണിവേഴ്സിറ്റി എന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ പറയേണ്ടത് കാര്യം. ഇവിടെ യു എന്ന് പറയുന്ന ലെറ്റർ ആണ് ആരംഭിച്ചിരിക്കുന്നതെങ്കിലും യ എന്ന് പറയുന്ന സൗണ്ടാണ് എന്ത് ചെയ്യുന്നത്, അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ എ യൂണിവേഴ്സിറ്റി എന്ന് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, എഴുതാറുണ്ട്. അതുപോലുള്ള മറ്റു പ്രയോഗമാണ് ആൻഡ് യൂറോപ്യൻ അല്ല, പിന്നെയോ എ യൂറോപ്യൻ എന്ന് പറയുന്നത്. പിന്നെ ഇത് നമുക്കറിയാം, ഈസ്റ്റേൺ നൈജീരിയ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. സ്ഥലത്ത് ഫേമസ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഇത് തന്നെയാണ്, ഇൻ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ തന്നെയാണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി, ഈ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുവിധം മനസ്സിലായി എന്ന് കരുതുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഇതിന്റെ കൂടെ ഒരു ഹോംവർക്ക് തന്നിരിക്കും. ആ ഹോംവർക്ക് നിങ്ങൾ എഴുതി പഠിക്കുക. പഠിച്ചിട്ട് അതിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ആയിട്ട് എഴുതി ചേർക്കുക. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപയോഗപ്രദമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലൂടെ എത്തിക്കാനുള്ള ഒരു ശ്രമം നിങ്ങൾ എന്ത് ചെയ്യണം, നടത്തണം. തീർച്ചയായും അടുത്ത ഒരു ക്ലാസ്സുമായി നമുക്ക് ഇനിയും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.